ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രോണിക്സിന്റെ വീഡിയോ ആണ്. ഇന്ന് നമുക്ക് കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, അതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് കാണാം. അപ്പോൾ ഇതുപോലത്തെ പ്രോഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഒന്നുകിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഷോപ്പിന്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, പാല, കോട്ടയം ജില്ലയാണ്. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പാലായിലെ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്ട്സ് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ പ്രോഡക്ട്സ് അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് വാൾ മൗണ്ട് ആണ്, ടി വി വാൾ മൗണ്ട്. അപ്പൊ ഇത് വന്നിരിക്കുന്നത് 14 തൊട്ട് 43 ഇഞ്ച് വരെ സൈസുള്ള ടി വിക്കുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ വാങ്ങുന്നത് ടി വിയുടെ സൈസ് നോക്കിയിട്ടാണ് വാൾ മൗണ്ട് വാങ്ങുന്നത്. അപ്പൊ ഓരോ ടി വിക്ക് ഓരോ ഇഞ്ച് സൈസ് ഉണ്ടല്ലോ, അതനുസരിച്ച് നമ്മൾ വാൾ മൗണ്ട് വാങ്ങണം. അപ്പൊ ഇത്രയും ഈ 14 തൊട്ട് 43 വരെയുള്ള ടി വിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹോൾസും കാര്യങ്ങളും എല്ലാം ഇവിടുത്തെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പിടിപ്പിക്കാനുള്ള സ്ക്രൂ നട്ട് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനകത്ത് കിട്ടുന്ന ആ നട്ട് മാത്രമേ ഇത് സ്യൂട്ട് ആവുള്ളൂ. നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സ്യൂട്ട് ആവുകയില്ല. അപ്പൊ ഇത് 14 തൊട്ട് 43 ഇഞ്ച് വരെയുള്ളത്. ഇതിന്റെ റേറ്റ് വരുന്നത് 950 രൂപ. അപ്പൊ ഇത് പല റേറ്റിൽ അവൈലബിൾ ആണ്. അതായത് ഈ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഒക്കെ അനുസരിച്ച് ഇത് റേറ്റിൽ വ്യത്യാസം വരും. പിന്നെ അടുത്ത് വന്നിരിക്കുന്നതും വാൾ മൗണ്ട് ആണ്. ഇത് സൈസ് വരുന്നത് ടി വി സൈസ് 12 തൊട്ട് 32 വരെ ഇഞ്ച് ഉള്ള ടി വിക്ക് പറ്റിയിട്ടുള്ള ഒരു വാൾ മൗണ്ട് ആണ്. ഇതും മൂവബിൾ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് റൂമിലൊക്കെ ഒരു കോർണറിൽ വെച്ചിട്ട് ടി വി മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ തന്നെ നമുക്ക് ഫിക്സഡ് ആയിട്ട് വെക്കുന്ന ടി വി സ്റ്റാൻഡുകളും അവൈലബിൾ ആണ്. അതായത് ഭിത്തിയിൽ തറച്ചു വെക്കുന്നത്. അപ്പൊ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതിന് ഇതിനേക്കാളും ഒക്കെ റേറ്റ് കുറവായിരിക്കും കേട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് 550 രൂപ. മറ്റേ ഫിക്സഡ് ഒക്കെ ആണെങ്കിൽ ഒരു 250 തൊട്ടൊക്കെ റേറ്റ് വരുന്നുണ്ട്. പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് SMPS അഡാപ്റ്റർ ആണ്. അപ്പൊ ഇത് വന്നിരിക്കുന്നത് 19.5 വോൾട്ട് 4.7 ആംപിയറിന്റെ അഡാപ്റ്റർ ആണ്. ഇതുപോലെ ഇരിക്കും, പ്ലാസ്റ്റിക് ബോഡി ആയിട്ടാണ് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 650 രൂപ. ഇതിങ്ങനെ പല വോൾട്ടില് പല ആംപിയറിലാണ് SMPS അഡാപ്റ്ററുകൾ വരുന്നത്. അപ്പൊ ഈ ഇരിക്കുന്നത് മൊത്തം അങ്ങനെ പല വോൾട്ടില് പല ആംപിയറിലുള്ള SMPS അഡാപ്റ്ററുകളാണ്. പല റേറ്റ് ആണ് വരുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഇത് 9 വോൾട്ടിന്റെ അഡാപ്റ്റർ. അപ്പൊ ഇതുപോലത്തെ നമുക്ക് ഇത് പ്ലാസ്റ്റിക് ബോഡി ചെറിയ അഡാപ്റ്റർ ഉണ്ടല്ലോ, അതാണിത്. അതായത് നമുക്ക് കേബിളിനൊക്കെ കൊടുക്കുന്ന പോലത്തെ. അപ്പൊ 5 വോൾട്ട് ഉണ്ട്, 7.5 വോൾട്ട് ഉണ്ട്, 9 വോൾട്ട് ഉണ്ട്, 12 വോൾട്ട് ഉണ്ട്. അങ്ങനെ ചെറിയ അഡാപ്റ്ററുകളാണ്. 2 ആംപിയറിന്റെ ആണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇന്ന് കുറച്ച് ടൈപ്പ് ആംപ്ലിഫയറുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഫസ്റ്റ് വൺ 200 വാട്ടിന്റെ ആംപ്ലിഫയർ ആണ്. അപ്പൊ ഇത് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആണ്. അപ്പൊ ഇതിന് വന്നിരിക്കുന്നത് 8 ട്രാൻസിസ്റ്റർ ആണ്. 213055 ട്രാൻസിസ്റ്റർ 8 എണ്ണമാണ് ഇതിൽ വന്നിരിക്കുന്നത്. വാട്ട്സ് വരുന്നത് 200 ആണ്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് വരുന്നത് FM റേഡിയോ ഉണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, പെൻ ഡ്രൈവ് കുത്താം, മെമ്മറി കാർഡ് യൂസ് ചെയ്യാം, 2 മൈക്ക് ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ സ്വിച്ചുകളെല്ലാം ഡിഫറെന്റ് ആണ്, സെപ്പറേറ്റ് ആണ്. ബാസ്, ട്രബിള്, വോളിയം, മൈക്ക് ബാലൻസ്, വോളിയം സ്വിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം സെപ്പറേറ്റ് സ്വിച്ചുകൾ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ ഓപ്ഷൻസും ഉള്ള 200 വാട്ടിന്റെ സാധാ ആംപ്ലിഫയർ ആണിത്. ഇതിന്റെ റേറ്റ് വരുന്നത് 3500 രൂപ വിത്ത് റിമോട്ടും ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് അതിന്റെ വാട്ട്സ് പറഞ്ഞ ചെറിയൊരു ആംപ്ലിഫയർ ആണ്. ചെറുതെന്ന് പറഞ്ഞാൽ 125 വാട്ട്സ് വരുന്ന ആംപ്ലിഫയർ. അപ്പൊ ഇതും ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആണ്. ഇതിനകത്ത് വരുന്നത് 213055ന്റെ 5 ട്രാൻസിസ്റ്റർ ആണ് വരുന്നത്. അതുപോലെ തന്നെ 4 സ്പീക്കർ ഔട്ട് വരുന്നുണ്ട്. ഇതിനും 4 സ്പീക്കർ ഔട്ട് വരുന്നുണ്ട്. 125 വാട്ട്സ് ആണ്. അപ്പൊ ഇതും ഓപ്ഷൻസ് എല്ലാം സെയിം തന്നെ. വലുതിലുള്ള അതേ ഓപ്ഷൻസ് എല്ലാം ഇതിലും ഉണ്ട്. 2 മൈക്ക് ഉണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, FM ഉണ്ട്, പെൻ ഡ്രൈവ്, മെമ്മറി കാർഡ് ഒക്കെ യൂസ് ചെയ്യാം. 2നും LED ഡിസ്പ്ലേ വരുന്നുണ്ട്, റിമോട്ട് വരുന്നുണ്ട്. പിന്നെ ബാസ്, ട്രബിള്, ബാലൻസ്, പിന്നെ മാസ്റ്റർ വോളിയം, ഇത്രയും സ്വിച്ചുകളും വരുന്നുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 3000 രൂപയാണ്. 125 വാട്ട്സ്. പിന്നെ വന്നിരിക്കുന്നത് 2.1 സബ് ആണ്. അപ്പൊ 2 സ്പീക്കർ ഔട്ട് ആണ് വരുന്നത്. ഇതെല്ലാം നമുക്ക് ബാറ്ററിയിലും കണക്ട് ചെയ്യാവുന്ന ആംപ്ലിഫയേഴ്സ് ആണ് കേട്ടോ. 12 വോൾട്ടില് കൊടുക്കാവുന്ന ആംപ്ലിഫയറുകളാണ്. ഇനി ഇതിന്റെ ഓപ്ഷൻസ് വരുന്നത് റിമോട്ട് ഉണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, USB കണക്ട് ചെയ്യാം, മെമ്മറി കാർഡ് കണക്ട് ചെയ്യാം, 1 മൈക്കിനുള്ള ഓപ്ഷൻ ഉണ്ട്, LED ഡിസ്പ്ലേ ഉണ്ട്. ഇത്രയും ഓപ്ഷൻസ് ഇതിലും വരുന്നുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 3000 രൂപയാണ്.
അപ്പൊ ഇത് തന്നെ നമുക്ക് 5.1 സബ് വൂഫർ ആംപ്ലിഫയറും ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ ഇത് ഞാൻ പൊട്ടിക്കുന്നില്ല. അപ്പൊ ഇത് 2.1, ഇത് 5.1. അപ്പൊ ഇതിലും ഈ ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 3500 രൂപ. പിന്നെ വന്നിരിക്കുന്നത് ഇത് എയർടെൽ DTHന്റെ റിമോട്ടാണ്. പിന്നെ നമുക്ക് സ്റ്റെബിലൈസറുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ടിവിക്കുള്ളതും ഫ്രിഡ്ജിനുള്ളതും. ഇപ്പൊ ഫ്രിഡ്ജ് ആണെങ്കിൽ സിംഗിൾ ഡോറിനുള്ള സ്റ്റെബിലൈസർ ഉണ്ട്, ഡബിൾ ഡോറിനുള്ള സ്റ്റെബിലൈസർ ഉണ്ട്, അതുപോലെ തന്നെ LED ടിവിയുടെ സ്റ്റെബിലൈസർ വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം V-Guardന്റെ ആണ് വന്നിരിക്കുന്നത്. LED ടിവിയുടെ ആണെങ്കിൽ, സ്മാർട്ട് ടിവിയുടെ ഒക്കെ ആണെങ്കിൽ 3 വർഷത്തെ വാറണ്ടിയും ഫ്രിഡ്ജിൻ്റെതിന് 5 വർഷത്തെ വാറണ്ടിയാണ് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഒന്നുകിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്